ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പുതിയ അധ്യയന വർഷത്തിലേക്ക് നിങ്ങളെല്ലാവരും കയറി നിൽക്കുന്ന സമയത്തായിരിക്കും ഇപ്പൊ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടി അല്ലേ? ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ശേഷം ഒരുപാട് മക്കളുടെ മെസ്സേജുകൾ വരുന്ന ഒരു കാര്യമാണ്, സാറേ സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗം ഭയങ്കര ടഫായി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു സർ. അതിൽ 4 ചാപ്റ്റേഴ്സുകളാണുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റേഴ്സുകളാണ് സർ. ഞങ്ങളിത് എങ്ങനെ പഠിക്കും? ഇത്രയും വലിയ ചാപ്റ്റേഴ്സുകൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരുപാട് പേരുടെ സംശയങ്ങൾ വരികയുണ്ടായി. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മക്കളെ, സത്യം പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നറിയോ? സാധാരണ വരാറുള്ളത് നമ്മുടെ എർത്തിനെ കുറിച്ചും, അതല്ലാതെ എർത്ത്, പിന്നെ വേൾഡ്, അതുപോലെ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പല ഏരിയാസിന്റെയും കൂടെ തന്നെ എക്കണോമിക്സിന്റെയും ഭാഗം കൂടിയിട്ടായിരിക്കും നമ്മുടെ ജിയോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് വരാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വന്നിട്ടുള്ള ആദ്യത്തെ 4 ചാപ്റ്റേഴ്സുകൾ, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സുകളും നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി മാത്രമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, നമ്മുടെ ഭംഗിയേറിയിട്ടുള്ള ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാണും, അവിടുത്തെ മനുഷ്യന്മാരെങ്ങനെയായിരിക്കും, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വളരെ ഭംഗിയേറിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ആ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ടുള്ള 4ാമത്തെ ചാപ്റ്റർ മാത്രമാണ് ഒരു എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതുകൊണ്ട് മക്കളെ ഈസിയസ്റ്റ് ആയിട്ടുള്ള അതിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിന്റെ പേരുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംപേഴ്സ്, ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്. ഈ 3 ചാപ്റ്ററുകളും മക്കളെ ഏതാണ്? ഇന്ത്യൻ ജിയോഗ്രഫിയാണ്. അതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസിയസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഏറ്റവും അവസാനം വരുന്ന വെറും 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ്സോട് കൂടെ നിങ്ങൾ അതിനൊന്ന് കണ്ടുനോക്ക്. സാധാരണ ഉണ്ടാവാറുള്ളത് 6ഓ 7ഓ ചാപ്റ്റേഴ്സുകളാണ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അത്ര ഉണ്ടോ? ഇല്ല, 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഈസിയസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ജിയോഗ്രഫി ഈ കൊല്ലം നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള. നിങ്ങൾ തുടക്കം മുതൽ നമ്മുടെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഈ നിഞ്ച ബാച്ചിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ നിഞ്ച ബാച്ചുകളുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആദ്യം 1ാമത്തത്, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3, അതിന്റെ കൃത്യമായ ഓർഡറിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നതാണ്. സോ മക്കളെ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജിയോഗ്രഫി മക്കളെ സിമ്പിൾ ആണ്. സൈലം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ക്ലാസ്സുകളിൽ കാണാം.